ഞാൻ അനിൽ ആന്റണിക്കെതിരെ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് 2012-14 കാലഘട്ടത്തിൽ രഞ്ജിത്തിനെ CBI ഡയറക്ടർ ആയിരിക്കുമ്പോൾ CBIയുടെ കേരള ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലെ നിയമിക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങി. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനം നടന്നില്ല. 2 ഡിഫൻസിൻ്റെ ചില പേപ്പറുകൾ, അതായത് AK ആന്റണി UPA 1-ലും UPA 2-ലും ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ പല ഡീലുകളും കൺക്ലൂഡ് ചെയ്യാണ്ടിരുന്നപ്പോൾ പല കമ്പനിയുടെ ആളുകളും അനിലിനെ സമീപിച്ച് ഫയലുകൾ നോക്കാനും ഫയലുകൾ കാണാനും ഇടയായിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ കോപ്പിയും ചിലർക്ക് അന്ന് നടപടിക്രമങ്ങൾ, അതുകൊണ്ട് അവർക്ക് പ്രൊക്യൂർമെൻറ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനിത് പറയാൻ കാരണം അനിൽ ആന്റണി എന്ന് പറയുന്ന ആള് സംശുദ്ധനാണെന്നും അന്ന് പറഞ്ഞാണ് ഇന്ത്യയുടെ ഭാഗമായത്. സംശുദ്ധനല്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ എപ്പിസോഡ് പറഞ്ഞത്. അതായത് 3/12/2012 രഞ്ജിത് സിൻഹ CBIയുടെ ഡയറക്ടർ ആവുന്നത്. അന്ന് തൊട്ട് അദ്ദേഹം 2 വർഷം ടെനുവർ പോസ്റ്റായിരുന്നു. 2/12/2014 അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. ഈ കാലയളവിൽ റാഡിയ ടേപ്പും അതുപോലെ തന്നെ സ്കോൾ ക്യാമും എല്ലാം രഞ്ജിത് സിൻഹയുടെ കീഴിലായിരുന്നു അന്വേഷണം നടന്നിരുന്നത്. ജൻപത് 2-ലെ CBI ഡയറക്ടർ റെസിഡൻസിൽ അനിൽ അംബാനി രഞ്ജിത് സിൻഹയെ കാണാൻ പോയപ്പോൾ അതിനുശേഷമുള്ള കാഴ്ചക്കാരനായിരുന്നു അനിൽ ആന്റണി. അനിൽ അംബാനിയുടെ സിഗ്നേച്ചറാണ് പിന്നെ അനിൽ ആന്റണി സ്ഥിരമായി അവിടെ വിസിറ്റർ എന്ന നിലക്കിട്ടത്. ഈ ആരോപണം 22 തവണ അന്ന് നിങ്ങൾ ബാക്കിലേക്ക് ശ്രദ്ധിച്ചറിയാം അനിൽ അംബാനിയുടെ പേരിൽ വന്നു. പിന്നെ ഞാൻ അനിൽ ആന്റണി ഡീൽ ചെയ്ത് അനിൽ ആന്റണിയുടെ മാറ്ററച്ച് നോക്കിയിട്ട് തന്നെയാണ് ജൻപത് 2-ല് അനിൽ ആന്റണിക്ക് എൻട്രി ഉണ്ടാന്ന് നോക്കി. അനിൽ ആന്റണി CBCന്ന് സാക്ക് ചെയ്ത PJ തോമസ് ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ഒരു ബാംഗ്ലൂരിലുള്ള സിൻഡിക്കറ്റാണ് ഈ കാര്യങ്ങൾ വർക്ക് ചെയ്തിരുന്നത്. അവർ ഒബ്രോയ് ഹോട്ടൽ, നിസാമുദ്ദീൻ ഒബ്രോയ് ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇത് പറയാൻ ഇടവന്നത് അനിൽ ആന്റണി അദ്ദേഹത്തിൻ്റെ ഉപജീവനം നടത്തിയിരുന്നത് AK ആന്റണിയെ വെച്ചാണ്. AK ആന്റണി വെച്ചാണ് 52 കൊല്ലത്തെ AK ആന്റണിയുടെ ഈ നിയമസഭ ലോക്സഭ പാരമ്പര്യത്തെക്കുറിച്ച് അനിൽ പറഞ്ഞിട്ട് ഇത്രയും കാലം അനിൽ ജീവിച്ചു പോകുന്നത് ആ കെയർ ഓഫിലാണ്. ആ അനിൽ ആന്റണി ഒരു നിമിഷം കൊണ്ട് NDAയുടെ ഭാഗമായപ്പോൾ ആന്റണി കാലഹരണപ്പെട്ട്, കോൺഗ്രസ് കാലഹരണപ്പെട്ട്, രാജ്യത്തുള്ളവരെല്ലാം കുഴപ്പക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളൊരു കുഴപ്പം സൃഷ്ടിച്ച് പണം സമ്പാദിച്ച ആളാണെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് ക്വാളിറ്റി ഇല്ല സംബന്ധിച്ച്. എന്നെ ദല്ലാളും എന്തോ മറന്നു പറയുന്നുണ്ട്. എന്നെക്കാൾ സൂപ്പർ ദല്ലാളും ദല്ലാളിൻ്റെ കാറ്റഗറിയിൽ കൂട്ടിമുട്ടിക്കണവന് കൂട്ടിക്കൊടുക്കണതിൽ കൂട്ടിക്കൊടപ്പാണ് ഇയാളുടെ തൊഴിലെന്നും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ സാഗർരത്ന ഹോട്ടൽ മാധ്യമങ്ങൾ വെച്ചാൽ ഈ സാഗർരത്ന ഹോട്ടലിൻ്റെ എൻട്രിയിൽ വെച്ചിട്ടാണ് ഒരു ഹോണ്ട സിറ്റി കാറിൽ അനിൽ ആന്റണി അന്നത്തെ AK ആന്റണിയുടെ ഡൽഹി പോലീസുള്ള ഒരു ഉദ്യോഗസ്ഥനെ, ഒരു സ്റ്റാഫിനെയും കൂട്ടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ ദുബായ് ഡ്യൂട്ടി പേഡിൻ്റെ കവറിലിട്ട് വാങ്ങിക്കൊണ്ടുപോയി. നിങ്ങൾ പലതവണ ഈ കാര്യം ആവർത്തിച്ചാണ്. പക്ഷേ ഇതുവരെ ഒരു തെളിവ് പുറത്തുള്ള തയ്യാറാവും. ഞാൻ പറഞ്ഞല്ലോ, അത്ര പഴക്കമുള്ള സംഭവത്തിന്റെ തെളിവുകൾ ഞാൻ എല്ലാം കളക്ട് ചെയ്ത് വന്നു കഴിഞ്ഞു. ഞാൻ ഇന്ന് കേരളത്തിൽ അവർ ചോദിച്ചപ്പോൾ ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ തരാം. കാരണം വിടുന്ന തെളിവുകളുടെ ഓതന്റിറ്റി കൂടി നോക്കണ്ടേ. കാരണം 10-11 കൊല്ലത്തെ പഴക്കമുണ്ട് ഈ കഥയ്ക്ക്.